ഈ ക്വസ്റ്റ്യൻ ഇതിലും എളുപ്പത്തിൽ ആൻസർ പറയുന്നവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ സമ്മ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ മുകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇക്വേഷൻ മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡിലും ചെയ്യാം. ഇക്വേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ 103 നോട്ട്ബുക്കിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.3 ആണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കാണാൻ 103 × 10.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1060.9 കിട്ടും. അതിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ നോട്ട്ബുക്കിൻ്റെ എണ്ണം 104 ആവും. അതിൻ്റെ ആവറേജ് പറഞ്ഞിട്ടുള്ളത് 10.4 ആണ്. ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1081.6 ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നോട്ട്ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണുമ്പോൾ 1081.6 1060.9 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 20.7 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ മെത്തേഡ് വരുന്നത്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെ നോക്കാം. അതായത് തന്നിരിക്കുന്ന സംഖ്യകൾ അടുത്തടുത്തുള്ള സംഖ്യകളാണ്, തന്നിരിക്കുന്ന ആവറേജും അടുത്തടുത്തുള്ള ആവറേജ് ആണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി എന്ത് ചെയ്താൽ മതി, 10.3 + 10.4 അതായത് രണ്ട് ആവറേജും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 20.7 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്.